എത്രയായിരുന്നു മുമ്പ് കറണ്ട് ബില്ലൊക്കെ വന്നുകൊണ്ടിരുന്നത്? 5,900. ഇപ്പൊ കറണ്ട് ബില്ലൊക്കെ എത്ര? കറണ്ട് ബില്ലൊക്കെ കുറവ്, ഏതാണ്ട് ഒരു 340 രൂപ, 340. നമ്മള് ഗർഭിൽ തന്നെ ഒരു 3-4 വീട് നമ്മുടെ ഫാമിലി പെട്ടതുണ്ട്. അതും വെച്ച് ഇരിക്കുന്നു ഇപ്പൊ. നമസ്കാരം, ജി ഓട്ടോമേഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ഒരു ഹാപ്പി കസ്റ്റമർ ആയിട്ടുള്ള യൂസഫ് സാറിന്റെ വീട്ടിലാണ്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് അമ്പലംകുന്നിലാണ്. ഞങ്ങൾ ജനുവരിയിൽ ഇവിടെ ഒരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ അഭിപ്രായങ്ങളും സാറിന് അതിനെക്കുറിച്ച് പറയാനുള്ള റിവ്യൂസും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്റെ പേര് യൂസഫ് അമ്പലംകുന്ന്. ഞാൻ കൃഷിയും കാര്യങ്ങളും പിന്നെ ഡ്രൈവറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സാർ ഇപ്പൊ സോളാറിലേക്ക് മാറാനായിട്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? കറണ്ട് ബില്ല് കൂടുതൽ, അതുകൊണ്ടാണ്. എത്രയായിരുന്നു മുമ്പ് കറണ്ട് ബില്ലൊക്കെ വന്നുകൊണ്ടിരുന്നത്? 3,000-4,000 ഇങ്ങനെയൊക്കെയുള്ള റേഞ്ചിൽ. പിന്നെ എല്ലാവരും കൊണ്ടുവന്നുണ്ട് 5,900 ഒക്കെ. ജിജിയിലേക്ക് എന്തുകൊണ്ട്? ജിജി എവിടെന്നാ കേട്ടത്? ഇതുപോലെ പുറത്തൊക്കെ ഇങ്ങനെ വെച്ചിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത സ്ഥലമാണല്ലോ അമ്പലം. ഞങ്ങളുടെ സർവീസ് ഒക്കെ എങ്ങനെയാണ് സാറിന്? ഓക്കെ ആയിട്ടുള്ള സർവീസ്? അത് കണ്ടതിന് ശേഷം നമ്മള് ഗർഭിൽ തന്നെ ഒരു 3-4 വീട് നമ്മുടെ ഫാമിലി പെട്ടതുണ്ട്. അതും വെച്ച് ഇരിക്കുന്നു ഇപ്പൊ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഈ കമ്പനി തന്നെയാണ്. നേരത്തെ വെക്കേണ്ടതായിരുന്നു. ഇപ്പൊ കറണ്ട് ബില്ലൊക്കെ എത്ര? കറണ്ട് ബില്ലൊക്കെ കുറവ്. 2,000-3,000 രൂപയൊക്കെ ബില്ല് വരുന്നത് ഇപ്പൊ ഏതാണ്ട് ഒരു 340 രൂപ, 340. ഇപ്പൊ കുറെ പേര് സോളാർ വെക്കാനായിട്ട് മടിക്കുന്നുണ്ട്. സാർ ഇപ്പൊ സോളാർ ഉപയോഗിച്ച് ഇത്രയും നാളായല്ലോ. ആൾക്കാർക്ക് ഒരു പേടി, ഇത് വെച്ചാൽ എന്തോ സംഭവിക്കും എന്ന് ആദ്യം എനിക്ക് ഉണ്ടായിരുന്നു. വെച്ചപ്പോഴതിന്റെ ഗുണം അറിഞ്ഞത്. എല്ലാം ഈ കറണ്ടിനകത്ത് തന്നെ, ഗ്യാസ് ഉപയോഗിക്കുന്നില്ല. അങ്ങനെ അതുകൊണ്ടൊക്കെ ഉള്ള ലാഭമുണ്ട്. സോളാർ അപ്പൊ വെക്കാൻ ഇനി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സാർ എന്താ പറയുക? നല്ല സോളാർ വെക്കുന്നത് നല്ലത്. കാരണം എങ്ങനെയായിരുന്നാലും കറണ്ട് ബില്ല് ലാഭം. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു കഴിഞ്ഞാൽ കറണ്ടിനകത്ത് തന്നെ, ഇതിനകത്ത് തന്നെ പോകും. കുഴപ്പമൊന്നുമില്ല. സാർ ഇതുവരെ ഹാപ്പിയാണ്? ഇതുവരെയും കുഴപ്പമില്ല. ഇനിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മളിവിടെ ചെയ്തേക്കുന്നത് 5 കിലോ വാട്ടിന്റെ ബൈഫേഷ്യൽ പാനൽസുകളാണ്. 9 പാനൽസുകളാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. ഇത് ബൈഫേഷ്യൽ പാനൽസ് ആയതുകൊണ്ട് തന്നെ മറ്റ് പാനൽസിനെ അപേക്ഷിച്ച് ഈ പാനൽസിന് കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊരു ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഉൽപ്പാദിപ്പിച്ച അധിക വൈദ്യുതി ഗ്രിഡിലേക്ക് കൊടുക്കുകയും രാത്രി കാലങ്ങളിൽ നമ്മൾ ഗ്രിഡിൽ നിന്ന് വൈദ്യുതി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കറണ്ട് ബില്ല് ഇതിൽ ബാലൻസ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇൻവെർട്ടറിന്റെ താഴെയായിട്ട് കാണുന്നത് ACDB DCDB ബോക്സുകളാണ്. DCDB എന്ന് പറയുമ്പോൾ സോളാർ പാനലിൽ നിന്നുള്ള വയറുകൾ ആദ്യം വരുന്നത് ഇതിലേക്കാണ്. അപ്പൊ പാനലുകൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻവെർട്ടറിലേക്ക് ഹൈ വോൾട്ടേജ് എത്താതെ സംരക്ഷിക്കുന്ന ACD ഇതിനകത്തുണ്ട്. ഇപ്പൊ ACDB എന്ന് പറയുന്നത് ഇൻവെർട്ടറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന AC വൈദ്യുതി ഇതിലൂടെയാണ് മെയിൻ ബോർഡിലേക്ക് പോകുന്നത്. ഇപ്പൊ ഷോർട്ട് സർക്യൂട്ടോ എന്തെങ്കിലും ഉണ്ടാവുന്ന വഴി തടയാനുള്ള ഒരു MCB ഇതിനകത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഇലക്ട്രിക് മീറ്റർ ആണ്. നമ്മള് വീട്ടിൽ എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു എന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ മൈക്രോടെക്കിന്റെ ഇൻവെർട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വെതർ പ്രൂഫ് ആണ്. ഇതിന് 10 വർഷത്തെ വാറന്റി കിട്ടുന്നുണ്ട്. ഈ ഇൻവെർട്ടറിന്റെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ സോളാർ പാനലിൽ നിന്ന് ലഭിക്കുന്ന DC വൈദ്യുതി നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള AC വൈദ്യുതിയാക്കി മാറ്റുന്നതാണ്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ ചാർജിങ് സമയം, ബാക്കപ്പ് സമയം എന്നിവയൊക്കെ അറിയാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ യൂസഫ് സാർ ഞങ്ങളുടെ ഒരു ഹാപ്പി കസ്റ്റമർ ആണ്. ഈ ഒരു മാസത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് ഞങ്ങളുടെ സോളാർ പാനലുകൾ വെച്ചിട്ടുള്ള ശേഷമുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു. സുരക്ഷിതമായിട്ടും കൃത്യമായിട്ടും വർക്ക് ചെയ്യുന്ന, യാതൊരുവിധ ക്വാളിറ്റിക്കും കോംപ്രമൈസ് ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന GAGയുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.